നമുക്ക് കണ്ണൂരിലേക്കൊന്ന് പോകാം. കണ്ണൂരിൽ അവിടെ ചൂളിയാട് വയലിൽ നല്ല ഓണക്കളികളൊക്കെ, നാടൻ ഓണക്കളി കണ്ടിട്ട് കുറെ കാലമായില്ലേ? ഞാനും ഒത്തിരി കളിച്ചിട്ടുള്ളല്ലേ പണ്ട് കളിച്ചിട്ടതാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഓണക്കളി എന്താണ്? മാവേലിയായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നാട്ടുകാരും ഒക്കെ ആയിട്ട് ചേർന്ന് അവരുടെ എല്ലാ കളികളും സന്തോഷം കാണുമ്പോൾ മാവേലിക്ക് അതിനും വലിയ സന്തോഷമുണ്ടോ? ആ സന്തോഷത്തെ നമുക്ക് നേരെ കണ്ണൂരേക്ക് പോകാം. അവിടെ ഓണാഘോഷം തകർക്കുകയാണ്. നമുക്ക് ആ ഓണക്കാഴ്ചകളിലേക്ക്, കണ്ണൂരിലേക്ക്. വിനേഷ് കുഞ്ഞിരാമനും അർജുൻ കല്യാണും തയ്യാറല്ലേ? ദേ ഇവിടെ മാവേലി എത്തി നിങ്ങളുടെ ഓണക്കളികളൊക്കെ കാണാൻ. ഇവിടെ ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ഡബിൾ ഓക്കെയാണ്. നമ്മൾ ഇതിനിടയിൽ കുഞ്ഞു കുട്ടികളുടെ മത്സരവും അതുപോലെ തന്നെ വനിതകളുടെ കമ്പവലി മത്സരവും നടന്നു. നോക്ക് സുജിയ, ഇവിടെ നിന്ന് ആ കുഞ്ഞു കുട്ടികളുടെ കമ്പവലി മത്സരം നമുക്ക് കാണാം. ചളിയിലാണ് ഈ കുഞ്ഞു കുട്ടികളുടെ കമ്പവലി മത്സരം. ചെറിയ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. എന്തായാലും ഓണം കണ്ണൂരിൽ തകർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിനീഷേട്ടാ എന്താ തോന്നുന്നത്? അയ്യോ, ചളിയിൽ വീണ് പെരങ്ങി തിരിഞ്ഞ് മറിഞ്ഞ് ചളിയിൽ കുടുങ്ങിയാലും വിടൂല, കിടന്നാലും വിടൂല, ചത്താലും വിടൂല എന്ന് പറഞ്ഞിട്ട് ആ പിള്ളേർ ഒരു രക്ഷയില്ല. കുഞ്ഞു പിള്ളേർ, അതായത് 7ാം ക്ലാസ് വരെയുള്ള പിള്ളേരായത്, ചെറിയ പെമ്പിള്ളർ. ഇപ്പൊ കുറച്ച് നേരത്തെ ആമ്പിള്ളേർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതിപ്പോ പെമ്പിള്ളർ മാത്രമാണ്. ആ വലിക്കുന്ന ബലിയൊക്കെ ചുമിട്ടുകൾ LKG UKG പഠിക്കുന്ന പിള്ളേരാണ്. നമ്മള് നാട്ടിൻ ഭാഷയിൽ പറയുന്നത് ചുമിട്ടുകൾ. ആ ലെവലിലുള്ള കാര്യം എന്താ അറിയോ, ഇവരുടെ പവറിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അയ്യോ, എമ്മാതിരി പിടുത്താൻ നോക്കിയല്ലേ, വിടൂല. ആ ചെറുതെല്ലാം വലിക്കുന്നത് നോക്കി എമ്മാതിരി. ആ നാട്ടുകാരുടെ ആവശ്യം കൂടെ നോക്കി. ഇത് ചൂളിയാട് എന്ന് പറഞ്ഞൊരു ഗ്രാമം. ഇത് പക്ക നമ്മൾ പണ്ട് ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ നാട്ടിൻപുറത്തിന്റെ ആ ഒരു നൈർമല്യം, നിഷ്കളങ്ക എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു നാട്. എന്റെ അമ്മ ആരിക നോക്കി. എത്ര കുഞ്ഞാ? എത്ര ക്ലാസ്സിലാ? LKG പഠിക്കുന്ന ആരിക. മീനാക്ഷി ഇവരുടെ ടീമാണ് ഈ മത്സരത്തിൽ വിജയിച്ചത്. മീനാക്ഷി ഒഴികെ ബാക്കി എല്ലാവരും എയിൽ തുടങ്ങുന്നവരല്ലേ? നവോദയ ടീം, നവോദയ ബി ടീം ഒട്ടും മോശമാക്കില്ല. നമ്മളെ തോറ്റുപോയ ഒരു ടീം, പക്ഷെ അവര് തോറ്റതല്ല, മത്സരിച്ച് തന്നെ തോറ്റു. വാ നിങ്ങളെ പേര് പറഞ്ഞേ? ശ്രീ പാർവണ, വൈഗ, നിഷിക, ദിയ, രണ്ടില് അമ്പട. കയ്യടി കേട്ടോ, ഒരു രക്ഷയില്ല. സുജേച്ചി, ഇതൊരു ഗ്രാമമാണ്. ചൂളിയാട് നവോദയ ഗ്രന്ഥാലയത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഓണാഘോഷ റിപ്പോർട്ടർ ടിവിയും കൂടി ക്ലബ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഇനിയിപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത് മുതിർന്നവരുടെ മത്സരം നടക്കാനുണ്ട്. പുരുഷന്മാരുടെ കമ്പവലി മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. പുരുഷന്മാരുടെ കച്ച കെട്ടുക എന്നൊക്കെ പറഞ്ഞ് ഇവിടെ തയ്യാറായിക. അതെ, കപ്പടിക്കണം എന്ന് പറഞ്ഞ് ഒന്നാണോ? ഓക്കെ, നമ്മുടെ നാട്ടുകാരോട് ഇത് പരിചയപ്പെടുത്തുന്ന ടീമാണ് സ്പാരോ എന്നാണ് ഇവരുടെ ടീമിന്റെ പേര്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നാട്ടുകാരുടെ ടീമുണ്ട്. ചൂളിയാട് നവോദയ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ വയലിൽ ഇറങ്ങുന്ന ടീം. ഇതാ നമ്മളെ ടീമുണ്ട്. ജിം സുരേഷ്, മഹേഷ്, കൃഷ്ണൻ, ആദർശ്. ഇവരാണ് ചൂളിയാട് നവോദയ ഗ്രന്ഥാലയത്തിന് വേണ്ടി. ഇവർക്കൊരു ഹോം അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് ഇവരുടെ കണ്ടം, ഇവരുടെ നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ കളിച്ചാൽ ഒരുപക്ഷെ ചിലപ്പോൾ ബീച്ച് ഇവർക്ക് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട്. ആ കാണികൾ, അതായത് ഇത് ചൂളിയാട്ടുകാരാണ്. അപ്പൊ ചൂളിയാട്ടുകാരുടെ മുഴുവൻ സപ്പോർട്ട് ഈ ടീമിനാണ്. അപ്പൊ ആഞ്ഞു പിടിക്കാൻ പറ്റില്ല. ഞാൻ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ അപ്പക്കുട്ടന്റെ ടീമാണ് ആ പറഞ്ഞ സ്പാരോസ്. ഇതാണ് നമ്മളെ ടീം, ചൂളിയാടിന്റെ സ്വന്തം ടീം. അപ്പൊ നമ്മള് ആഞ്ഞു പിടിക്കല്ലേ, ജയിക്കല്ലേ? ഉറപ്പല്ലേ? എന്തായിരുന്നു ചേട്ടന്റെ പേരെന്താ? മഹേഷ് ചേട്ടൻ എന്തായിരുന്നു? നല്ല ജിമ്മാണല്ലോ. പോലീസിന്റെ പണിയാണ്. പോലീസാണോ? അപ്പൊ പിന്നെ അതിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ട. ഒരു കാര്യം പറയേണ്ടതാ, നമ്മളെ ഈ ദൃശ്യങ്ങളൊന്നും ലിമേഷേ, ഈ വയൽവരമ്പിൽ നിൽക്കുന്ന 100 കണക്കിന് നാട്ടും പുറത്തുള്ള അമ്മമാരും പെങ്ങന്മാരും സഹോദരിമാരൊക്കെ ഈ പരിപാടി കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഉഷാറന്നെ. പരിപാടിനെ പറ്റി നല്ല അഭിപ്രായം. ഈ കുട്ടികളിലൊക്കെ ഇങ്ങനെ വയലിൽ കിടന്ന് ചളിയിൽ ഇറങ്ങി മിസ് ചെയ്യുന്നുണ്ട്. അസുഖമായതുകൊണ്ട് ഇറങ്ങാൻ പറ്റായിട്ടാന്ന്. എല്ലാം ഇറങ്ങിയാനെ. അതന്നെ ഇറങ്ങാം. അസുഖമായതുകൊണ്ട് കാല് വേദന, ഇറങ്ങാൻ പറ്റില്ലല്ലോ. സത്യമാണ് സുജി. അതായത് ഈ വയലിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആർക്കായാലും കാലിന് വേദന വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നോക്കി, വയലിൽ വരമ്പിലെല്ലാം ആൾക്കാരാണ്. ഏകദേശം ഒരു 100 കണക്കിന് ആൾക്കാർ ഈ വയലിന് ചുറ്റും
കുട്ടികളും നാട്ടുകാരൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഇനി മെയിനായി നടക്കാൻ പോകുന്നത് മുതിർന്നവരുടെ പുരുഷന്മാരുടെ ഇതിന്റെ ഗ്രാൻഡ് ഫൈനൽ എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു മത്സരമാണ് ഇത് നടക്കാൻ പോകുന്നത്. അതായത് ചൂളിയാടൻസ് വേഴ്സസ് പെട്ടെന്ന് വലിക്കാൻ പറ. 7-7 sevens ആണ് മത്സരം നടക്കുന്നത്. ദിനേശേ, അപ്പോൾ പെട്ടെന്ന് ഞാൻ വലിക്ക്. ഇടതുവശത്ത് നിൽക്കുന്നു. ആഞ്ഞു വലിക്കാൻ പറ. വലിക്ക്. റെഡി ക്യാമറ എല്ലാരും ഒക്കെ അല്ലേ? ആഞ്ഞു വലിക്ക റെഡി. നമുക്ക് സമയമില്ല, നിങ്ങൾക്ക് സമയമില്ല. ദാ ഇരുട്ടാവാൻ പോവാണ്. ആ നട്ടപ്പൊരിന്റെ വെയിലിൽ നേരത്തെ പറഞ്ഞില്ല, ആ വെയിലൊക്കെ പോയി കഴിഞ്ഞു. ചന്ദ്രൻ ഇങ്ങനെ ആകാശത്ത് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നൈസായിട്ട്. വൈകുന്നേരം ആരെങ്കിലും ചന്ദ്രൻ പിന്നെ ഇനി ഒരു കാര്യം ഞാൻ പറയാം. ഇനി രാത്രി ആയാലും പാതിരാത്രി ആയാലും ഈ മത്സരത്തിൽ കല്യാണന്റെ സ്പാരോ ടീം ജയിച്ചിരിക്കും. ഞാൻ പറയുന്നത് ചൂളിയാടൻസ് ജയിക്കും. അതാണ് വാചകത്തിലല്ല, വലിയിലാണ് കാര്യം. ടീം നവോദയ. അതെ, വാചകത്തിലല്ല, വലിയിലാണ് കാര്യം. വലിച്ചോ. അഭിമാനം കാക്കണടാ കുട്ടാ. നിങ്ങൾ ഞങ്ങളുടെ അഭിമാനം കാക്കണം. അത് ഉറപ്പാണ്. ഓക്കെ, ചേട്ടാ വിളിച്ചോ. റെഡിയേ, ഗോ. മത്സരമായി അശോകേട്ടന്റെ ടീം ജയിച്ചു. അശോകേട്ടന്റെ ടീം ജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ വടം വലിച്ച് ജയിച്ചത് അശോകേട്ടന്റെ ടീമാണ്. അപ്പുകുട്ട തലയിൽ മുണ്ടിട്ടോടുന്നു. അതാണ് കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വരവ് വെറുതെ ആവില്ല. ചൂളിയാടൻസിനെ ജയിപ്പിച്ചിട്ടേ നമ്മൾ തിരിച്ചു പോളൂ. ഓക്കേ, ഒരു കാര്യം മത്സരങ്ങളിലേക്ക് ഒന്നാം നമുക്ക് സെറ്റ് പോകാം. ആയിട്ടുള്ളൂ. ഇനി 2 സെറ്റ് കൂടി ഉണ്ട്. ബെസ്റ്റ് ഓഫ് 3. അതെ, അടുത്ത 2ാം റൗണ്ടും ഉണ്ട്, 3ാം ശരി, റൗണ്ടും 2 ഉണ്ട്. വലി കൂടി ബാക്കിയുണ്ട്. വലിച്ചു നോക്കിക്കോ. അതില് അരശുമുട്ടിൽ അപ്പുകുട്ടനും തൈപ്പറമ്പിൽ അശോകനും തമ്മിലുള്ള മത്സരമാണ്. അർജുൻ കല്യാടും ഒപ്പം വിനേഷ് കുഞ്ഞിരാമനും. മത്സരം നടക്കട്ടെ, അതല്ലേ നല്ലത്.